എല്ലാവർക്കും കേരള PSC നോട്ട്ബുക്കിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഖാദി ബോർഡ് LDCയുടെ രണ്ടാമത്തെ സ്റ്റേജിലെ പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വരുന്ന സ്റ്റേജുകളിൽ എക്സാം ഉള്ളവർക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യം വരും എന്നൊക്കെ അറിയാനായിട്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ എ 1924, ഓപ്ഷൻ ബി 1931, ഓപ്ഷൻ സി 1932, ഓപ്ഷൻ ഡി 1925. വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണെന്നാണ് ആദ്യത്തെ ചോദ്യം. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നടന്നത്? ഇതൊരു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ ഒരു സമരമായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 ഇത് ആരംഭിച്ചത്. ഇത് ആരംഭിച്ച വ്യക്തികളെ ചോദിക്കാറുണ്ട്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ തുടങ്ങിയവർ ചേർന്നിട്ടാണ് ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡറായിരുന്നു TK മാധവൻ, അതും ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഓപ്ഷനിലുള്ള 1931. 1931 പ്രത്യേകത എന്താ? ആ സമയത്ത് നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഡേറ്റാണ് 1931. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ KPCC ആണ്. ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നുള്ളതാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ നേതാവ് കേളപ്പൻ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് AK ഗോപാലനാണ്. AKG ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇത് PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ഓപ്ഷനിലുള്ളത് 1932. 1932 കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായിട്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അതായത് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാലും നിവർത്തന പ്രക്ഷോഭമാണ്. ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാ? C കേശവനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോഴഞ്ചേരി പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടാണ്? C കേശവനുമായി ബന്ധപ്പെട്ടാണ്. അത് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും ഓർത്തിരിക്കുക. ഇനി ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെട്ടിരുന്ന പത്രമായിരുന്നു കേരള കേസരി. കേരള കേസരി പത്രമാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്ത ഓപ്ഷനിലുള്ളത് 1925.
1925 നവംബർ 23-നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. അതുപോലെ തന്നെ വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാനായിട്ട് ഉത്തരവായതും 1925 നവംബർ 23-നാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എത്ര കാലം നീണ്ടു നിന്നു എന്നതുള്ളൊരു ചോദ്യമാണ്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. ഓക്കെ, തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതെന്ന 1928 ഓർത്തിരിക്കുക. 1928. ഇനി അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? ഓപ്ഷൻ എ കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ, ഓപ്ഷൻ ബി കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമൻ, ഓപ്ഷൻ സി കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ, ഓപ്ഷൻ ഡി കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ. ഇവിടുത്തെ ആൻസർ കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാനായിട്ട് സാമൂതിരിയെ സഹായിച്ചത്. അപ്പോൾ ഈ കുഞ്ഞാലിമരയ്ക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നത് കുഞ്ഞാലിമരയ്ക്കാന്മാരായിരുന്നു. അപ്പോൾ കോഴിക്കോട് ഭരണം നടത്തിയിരുന്നവരുടെ ആ പരമ്പര അറിയപ്പെട്ടിരുന്നത് സാമൂതിരികൾ എന്നാണ്. അപ്പോൾ ഈ സാമൂതിരിമാരുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരെയാണ് കുഞ്ഞാലിമരയ്ക്കാർമാർ എന്ന് പറയുന്നത്. ഈ മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയതും സാമൂതിരി തന്നെയാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കലായിരുന്നു, കോട്ടയ്ക്കലിലെ പുതുപ്പട്ടണം കോട്ട. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ കുട്ടി അഹമ്മദ് അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുട്ടി അഹമ്മദ് അലിയാണ് കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ. ഇനി കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമനാണെങ്കിൽ കുട്ടി പോക്കർ അലിയാണ്. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് പട്ടുമരയ്ക്കാർ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? ഓപ്ഷനിൽ കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടുമരയ്ക്കാർ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് എഴുതാം. ഇനി കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അത് മുഹമ്മദ് അലി മരയ്ക്കാർ എന്നുള്ളതാണ്. മുഹമ്മദ് അലി മരയ്ക്കാർ എന്നുള്ളതാണ് കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ്റെ ശരിക്കുള്ള പേര്. ഇനി കുട്ടി അഹമ്മദ് അലി എന്ന് പറയുന്നതാണ് കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി അല്ലെങ്കിൽ സമരതന്ത്രമാണ് അടിച്ചിട്ട് കടന്നു കളയുക. ഓക്കെ, നമ്മുടെ ചോദ്യത്തിലുണ്ട് ചാലിയങ്കോട്ട അല്ലേ. അപ്പോൾ ഈ ചാലിയങ്കോട്ടയുടെ പ്രത്യേകത എന്താ? കുഞ്ഞാലിമരയ്ക്കാന്മാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ഇതെവിടെയാണ്? കോഴിക്കോടാണ്. നമ്മൾ പറഞ്ഞു സാമൂതിരി ഭരണം നടത്തുന്നത് കോഴിക്കോടാണ്. അപ്പോൾ കുഞ്ഞാലിമരയ്ക്കാന്മാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ന്യൂനോ ഡി കുൻഹ എന്നയാളാണ്. ചാലിയങ്കോട്ടയുടെ വിശേഷണം എന്താ? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ചാലിയങ്കോട്ട അറിയപ്പെടുന്നത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയങ്കോട്ട. അങ്ങനെ സാമൂതിരിയിൽ നിന്നും പുതുപ്പട്ടണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും ഒക്കെ നിർമ്മിക്കാനായിട്ട് അനുമതി നേടിയതും ഈ കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. മരയ്ക്കാർ കോട്ട ആണ് ഇവരുടെ ആസ്ഥാനം എന്ന് പറഞ്ഞു, പുതുപ്പട്ടണം കോട്ട. ഇത് പണി കഴിപ്പിച്ചതും കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് തുടങ്ങിയ പദവികൾ സ്വീകരിച്ച കുഞ്ഞാലിമരയ്ക്കാർ ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാർ നാലാമനാണ്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് തുടങ്ങിയ പദവികൾ സ്വീകരിച്ചത്. ഈ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുകയാണ് ഉണ്ടായത്. 1600 കാലഘട്ടത്തിലാണ് കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ വധിക്കുന്നതായിട്ട്. ഓക്കെ, ഇനി കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് 2000.
കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലിലാണ്. വടകരയിലെ ഇരിങ്ങലിലാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ എൻ്റെ ഗുരുനാഥൻ, ഓപ്ഷൻ ബി ബാപ്പുജി, ഓപ്ഷൻ സി ഇന്ത്യയുടെ കരച്ചിൽ, ഓപ്ഷൻ ഡി പാഞ്ചാലി ശപഥം. ഇതിനകത്ത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? എൻ്റെ ഗുരുനാഥൻ വള്ളത്തോളിൻ്റെ കൃതിയാണ്. ഇന്ത്യയുടെ കരച്ചിൽ അതുപോലെ ബാപ്പുജിയും വള്ളത്തോളിൻ്റെ കൃതിയാണ്. ഇവിടെ പാഞ്ചാലി ശപഥം അത് എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ടതല്ല. ഇത് നമ്മുടെ SCRT പാഠഭാഗത്ത് വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിൽ രചിച്ചതാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ തുടങ്ങിയ കൃതികൾ. അതുപോലെ ആ കൂട്ടത്തിൽ ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന കുറച്ച് കൃതികളുണ്ട്. അതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം അടുത്ത പരീക്ഷകൾക്ക് പോകാനായിട്ട്. അപ്പോൾ നിബന്ധമാല എന്ന കൃതി വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കാർ മറാത്തി ഭാഷയിൽ രചിച്ചതാണ് നിബന്ധമാല. ഇനി അടുത്തത് അൽതാഫ് ഹുസൈൻ ഹാലി ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നീ കൃതികൾ ഉറുദു ഭാഷയിൽ രചിച്ചു. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് ഉറുദു ഭാഷയിൽ രചിച്ച എഴുത്തുകാരൻ ആരാണ്? അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ രചിച്ച കൃതികളാണ് പാഞ്ചാലി ശപഥം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ രചിച്ച കൃതികൾ ഏതൊക്കെയാണ്? പാഞ്ചാലി ശപഥം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് തുടങ്ങിയവ. ഇനി അടുത്തത് ഒരു ഹിന്ദി സാഹിത്യകാരനാണ് പ്രേംചന്ദ്. അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ. ഇതൊക്കെയാണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ രചിച്ച കൃതികളാണ്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ച 2 കൃതികളാണ് ഘോര, അതുപോലെ തന്നെ ഗീതാഞ്ജലി എന്നിവ. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള 3 കൃതികൾ എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, ഇത് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ രചിച്ചതാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയുള്ളതാണ് ഈ ബാക്കി എഴുത്തുകാരും കൃതികളും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കൃതികളും ഇത് ഏത് ഭാഷയിലാണ് രചിച്ചതെന്നും ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി ചെന്നൈ. ഇത് മിക്കപ്പോഴും പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എവിടെയാണ്? RBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏത്? ഓപ്ഷൻ എ ആരോഗ്യ സംരക്ഷണം, ഓപ്ഷൻ ബി വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കൽ, ഓപ്ഷൻ സി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കൽ, ഓപ്ഷൻ ഡി അവകാശ സംരക്ഷണം. പറഞ്ഞിരിക്കുന്നതിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ അവകാശ സംരക്ഷണം, നമ്മുടെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല. ഈ പറഞ്ഞിരിക്കുന്നതിൽ നിർബന്ധിതമായ ചുമതല അവകാശ സംരക്ഷണം എന്നുള്ളത് ആണ്. അടുത്ത ചോദ്യം, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അബനീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി രാജാ രവിവർമ്മ, ഓപ്ഷൻ സി നന്ദലാൽ ബോസ്, ഓപ്ഷൻ ഡി അമൃത ഷേർഗിൽ. സതി എന്ന ചിത്രം വരച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സതി എന്ന ചിത്രം വരച്ചത് ആരാ? നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് സതി എന്ന് പറയുന്നത്. ഇനി നന്ദലാൽ ബോസിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? കഴിഞ്ഞ LDC 2017 നടന്ന LDCക്ക് കണ്ണൂർ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ
എക്സാമിന് ചോദിച്ചതാണ്. ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസിൻ്റേതാണ് ഈ ചിത്രം. അപ്പോൾ അന്നും ഓപ്ഷനിലുണ്ടായിരുന്നത് അമൃത ഷേർഗിൽ, അബനീന്ദ്രനാഥ ടാഗോർ, രാജാ രവിവർമ്മ എന്നിവരായിരുന്നു. അപ്പോൾ നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. എന്താ പ്രത്യേകത നന്ദലാൽ ബോസിൻ്റെ? ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാരാ? അതും നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളും കൂടി നന്ദലാൽ ബോസുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കുക. ഇനി രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ, അതുപോലെ ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്നും ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്നും അറിയപ്പെടുന്നത്. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മ തന്നെയാണ്. രാജാ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ദമയന്തി, അതായത് ഹംസവും ദമയന്തിയും, അതുപോലെ നള ദമയന്തി, വിളക്കേന്തിയ വനിത, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ശകുന്തള തുടങ്ങിയവ രാജാ രവിവർമ്മയുടെ പ്രധാന ചിത്രങ്ങളാണ്. ഓക്കെ, ഏതൊക്കെയാ? ഹംസ ദമയന്തി, നള ദമയന്തി, വിളക്കേന്തിയ വനിത, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ശകുന്തള തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചിത്രങ്ങളാണ്. നമ്മുടെ ഓപ്ഷനിലുള്ളത് അബനീന്ദ്രനാഥ ടാഗോറാണ്. എന്താ പ്രത്യേകത? ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. കാരണം ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ഭാരതത്തിനെ നമ്മുടെ മാതാവായിട്ട് സങ്കല്പിക്കാനായിട്ട് ജനങ്ങൾക്ക് പ്രചോദനമായത് ഇദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. ഭാരത് മാതാ എന്ന പെയിൻറ്റിംഗ് ആണ്. ആരുടേതാണ്? അബനീന്ദ്രനാഥ ടാഗോർ എന്നുള്ളതാണ് ആൻസർ. അബനീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചതാരാ? അതും അബനീന്ദ്രനാഥ ടാഗോറാണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഓരോ ഭാഗവും സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ, നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സ് വേണമെന്നുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്